Hello friends, welcome to our channel. അപ്പോൾ നമ്മുടെ സാംസങ് S23 അൾട്രയ്ക്ക് നവംബർ സീരീസിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ആക്ച്വലി ലോഞ്ച് ആക്കിയത്. ഇന്നലെ തന്നെ നമ്മൾ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നപ്പോൾ ഓൾമോസ്റ്റ് 24 hour ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഇതിന്റെ സൈസ് എത്ര സംഭവങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അപ്ഡേറ്റ് ചെയ്യണോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ തന്നെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 600 MB ഓൾമോസ്റ്റ് ഇതിന് വരുന്നുണ്ട്. ഇതിൽ ആക്ച്വലി അവർ പറഞ്ഞിട്ടുണ്ട്, സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ സാംസങ് സ്റ്റോറിൽ പോയിട്ട് സാംസങ്ങിന്റെ ആപ്സുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് അവർ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണുന്നതായിരിക്കും, കണ്ടു. അപ്പോൾ ഞാനിത് ആക്ച്വലി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ വലിയ പ്രത്യേകിച്ച് വേറെ എന്താ പറയുക ഫീച്ചേഴ്സോ സംഭവങ്ങളൊന്നുമില്ല. ഡിവൈസ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ്മെന്റ്, ബഗ് ഫിക്സുകൾ, അതുപോലെ തന്നെ എൻഹാൻസ്മെന്റ് ഫീച്ചേഴ്സ് ആയിട്ട് ന്യൂ ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ വേറെ കാര്യമായിട്ടും സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പെർഫോമൻസിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാറ്ററി പെർഫോമൻസിന് ഇംപ്രൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ആക്ച്വലി കുറേ സംഭവങ്ങൾ നോക്കി. ഇതിൽ നമുക്ക് നോട്ടീസബിൾ ആയിട്ട് നമുക്ക് കണ്ടത് ഹീറ്റ്, നമ്മൾ ചാർജിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ കുറച്ച് ക്യാമറ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് ഹീറ്റ് ആവാറുണ്ട്. പ്രത്യേകിച്ച് മുമ്പത്തെ നമ്മുടെ ഒക്ടോബറിലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിന് ശേഷം ചെറുതായിട്ട് ഹീറ്റിംഗ് ഇഷ്യൂ വരാറുണ്ടായിരുന്നു നമ്മുടെ അപ്ഡേറ്റിന് ശേഷം. അതായത് നമ്മളിപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഹീറ്റിംഗ് അല്ല പറയണം, എന്നാലും അത്യാവശ്യം വാമിനായിട്ടും കുറച്ചും കൂടുതലായിട്ടൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം ക്യാമറ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോഴും വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴും അത്യാവശ്യം നമ്മൾ ഹീറ്റിംഗ്. പക്ഷെ ഈ ഇഷ്യൂ നമ്മൾ ഈ അപ്ഡേറ്റിന് ശേഷം ഞാൻ നോട്ടീസബിൾ ചെയ്യുന്നില്ല കേട്ടോ, നോട്ടീസ് ചെയ്യുന്നില്ല. എന്താ ഇപ്പോൾ ചാർജിങ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക, നമുക്ക് ഇന്നലെ തൊട്ട് നല്ല മഴയും സംഭവമൊക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ അത്യാവശ്യം കൂൾ ഡൗൺ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കാരണമാണെന്ന് അറിയില്ല, പക്ഷേ തീരെ ചൂടാവുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചാർജ് ചെയ്യുമ്പോഴായിക്കോട്ടെ, ക്യാമറ എടുക്കുമ്പോഴായിക്കോട്ടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴൊന്നും നോർമലി ചൂടാവുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും ചിലപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ പവർ ബാങ്ക്, നമ്മുടെ വയർലെസ് പവർ ബാങ്ക് ഉപയോഗിച്ചിട്ടാണ് നോർമലി ഞാൻ ചാർജ് ചെയ്യാറ്. ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഇൻബിൽഡായിട്ട് സാംസങ് വാച്ച് ചാർജിങ് ഇതിനും പാഡും മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് ചാർജ് ചെയ്യാറ്. അപ്പോൾ അത് ചെയ്യുമ്പോഴും വയർലെസ് ചാർജ് ചെയ്യുമ്പോഴും ചൂട് അങ്ങനെ ആവുന്നില്ല. അപ്പോൾ ആ ഹീറ്റിംഗ് ഇഷ്യൂ ചെറുതായിട്ടുണ്ടായിരുന്നത്, ആ ബഗ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സാംസങ്. അതല്ലാണ്ട് വലിയ കാര്യമായിട്ട് പിന്നെ അത് മെയിനായിട്ട് ഞാൻ എടുത്തു പറയാൻ കാരണം, നമുക്ക് ഈ അപ്ഡേറ്റിന് ശേഷം സാംസങ് സ്റ്റോറിൽ, അതായത് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ സ്റ്റോർ കാണാമല്ലോ, ഉണ്ടോ? ഈ സാംസങ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു നിങ്ങളുടെ ഹോം പേജ് വരും. അതിൽ നമ്മുടെ മെനു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ അപ്ഡേറ്റ്സുമായിട്ട്. ഈ അപ്ഡേറ്റ്സിൽ നമുക്ക് ഞാൻ ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒന്നുമില്ല. ഈ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒരു 10-15 ആപ്പുകൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ആപ്പുകൾക്കായിരുന്നു, ഗാലറി, ക്യാമറ, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ഡേറ്റ്, അത് ഓൾറെഡി ഒരു അതിൽ പറഞ്ഞിട്ടുണ്ടോ, അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ അത് അല്ലെങ്കിൽ കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ചിലപ്പോൾ എന്താ പറയുക ഫോർക്ലോസ് ആവാനും അങ്ങനത്തെ ചിലപ്പോൾ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിൽ കയറിയിട്ടോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ആപ്സിൻ്റെ അപ്ഡേറ്റ് കിട്ടില്ല. അപ്പോൾ രണ്ടിലും കയറിയിട്ട് ഫുൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതാണ് വേറെ എനിക്ക് തോന്നുന്ന പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ല, ഹീറ്റിംഗ് ഇഷ്യൂ സംഭവം ഉണ്ടെന്നോ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഞാൻ നോർമലി നമ്മുടെ ഈ സാംസങ്ങിൻ്റെ ബോക്സിൽ തന്നെ തരുന്ന ഈ കേബിൾ ഉണ്ടല്ലോ, ഇത് ആക്ച്വലി 45 വാട്ട് ചാർജിങ് സപ്പോർട്ട് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 45 വാട്ട് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ 45 വാട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് 45 വാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരു PD ചാർജറിൻ്റെ കേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരും. അഡാപ്റ്റർ മാത്രം പോരാന്ന് ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾ ഇതുപോലത്തെ ഒരു 45 വാട്ടിൻ്റെ ചാർജറും ഈ കേബിളും വെച്ച് ചാർജിങ്ങിന് കുത്തി കഴിഞ്ഞാൽ 45 വാട്ട് കിട്ടില്ല എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അതിന് സെപ്പറേറ്റ് വേറെ വയർ വേണം കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് നോർമലി അറിയായിരിക്കുമല്ലോ, 25 വാട്ടിൻ്റെയാണ് ഇവർ മിക്കതും തരാറ്. അപ്പോൾ അത് 45 വാട്ട്, പക്ഷേ വലിയ ഡിഫറൻസും കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ഒരു ഫുൾ ചാർജിങ്ങിൻ്റെ ഒരു ടൈം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ്സ് ടു 15 മിനിറ്റ്സ് ആണ് നമ്മൾ 45 വാട്ടിൻ്റെ ചാർജിങ് വെച്ച് വരുമ്പോൾ ഒരു സ്പീഡ് എന്ന് പറയാനുള്ള, അല്ലാണ്ട് വലിയ ഡിഫറൻസ് ഒന്നും കാണില്ല. അതും ലാസ്റ്റ് ടൈമിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പോൾ വലിയ അതിന് ഇത്ര കാശ് മുടക്കിയിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് സാംസങ്ങിൻ്റെ തന്നെ 45 വാട്ട് ചാർജിങ് ബ്രിക്കും അതുപോലെ തന്നെ കേബിളും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല വിലയുണ്ട്, അത്യാവശ്യം 3500 രൂപ സംതിങ് സാംസങ് തന്നെ വരുത്തിട്ട്. അപ്പോൾ അത് വാങ്ങിക്കുന്നത് വെറുത്തല്ല, വാല്യൂ ഫോർ മണി അല്ല. 25 വാട്ട് തന്നെ ധാരാളമായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഹണിവെല്ലുണ്ട്, ഞാൻ ഉപയോഗിക്കുന്ന ഹണിവെല്ലിൻ്റെ 45 വാട്ടിൻ്റെ PD ചാർജറാണ്. അതിന് എനിക്ക് 1300 രൂപ 1400 രൂപയ്ക്ക് ആമസോണിലുള്ളൂ. ഞാൻ പണ്ട് അതിന് വീഡിയോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ നവംബർ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയാനുള്ളത്. അപ്പോൾ മേജർ കാര്യങ്ങളും സംഭവമൊന്നുമില്ല, ഉണ്ടായിരുന്ന ബഗ്ഗും സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോൺ അണ്ടർ വാറണ്ടി ആണെങ്കിൽ, എന്താ വെച്ചാൽ അണ്ടർ വാറണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫോണുകളൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ ഒക്കെ വരാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
ഒറിജിനൽ ചാർജർ കുത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈ സ്പീഡ് വൈഫൈ നിന്നും മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അതും ഒറ്റ അടിക്ക് ഫുൾ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുക. അതായത് ഇടയിൽ എന്താ പറയുക ബ്രേക്ക് വരുന്നത്, അല്ലെങ്കിൽ അപ്പോൾ ബ്രേക്ക് വന്നാൽ നിങ്ങളെ ഡൗൺലോഡിങ് ഫയലിന് എറർ വരാനും അപ്പോൾ നമ്മൾ ചാർജിങ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വോൾട്ടേജ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ പോകും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മാത്രമല്ല ഈ ഗ്രീൻ സ്ക്രീൻ ഇഷ്യൂ വരാനുള്ള ചാൻസ്, പക്ഷെ അതും ഒരു ചാൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ വെറുതെ ചുമ്മാ ഉണ്ടാക്കണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ 5Gയിലൊന്നും ചെയ്യാൻ നിൽക്കണമെന്ന് ഇപ്പോഴത്തെ 5G നിങ്ങൾക്ക് അറിയാം, വലിയ കാര്യമായിട്ടുള്ള 5G പേര് മാത്രമേ ഉള്ളൂ. മിക്ക ഏരിയസിലും ഭയങ്കര ഷോകാണ്. അപ്പോൾ അത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് അല്ലെങ്കിൽ താഴെ കൊടുത്തുമ്പോൾ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ, അടുത്ത കാണാം.